ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് കറൻ്റ്ലി സെപ്പറേഷൻ ഫേസിലുള്ള ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, അതുപോലെ അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമുക്ക് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് നോക്കാം. എക്സ്പീരിയൻസിങ് മൊറാലിറ്റി, സപ്രഷൻ, inner voice, lovers, projections, ordinariness, adventure, clinging to the past, nothingness, turning in. ഇവിടെ നമ്മൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, അവർ സ്വാഭാവികമായിട്ടും അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാനായി ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ലൈഫിൽ അവർ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് അതുമായിട്ട് മുന്നോട്ട് പോകാനായി ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ അതിനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല, അല്ലെങ്കിൽ അതിനവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ വ്യക്തി എല്ലാം അടിച്ചമർത്തി വെക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് അവരുടെ ഒരു മാനസികാവസ്ഥ, അവർക്ക് എന്താണ് വേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചിലപ്പോൾ പുറമെ പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഒരുപാട് ചുമതലകളുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇതൊന്നും അവർക്ക് തുറന്ന് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. എല്ലാം ഉള്ളിലൊതുക്കി ആ ഒരു മാനസിക വിഷമത്തിലൂടെ പോകുന്ന ഒരു എനർജി നമുക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കയറി വന്നിരിക്കുന്ന ആ ഒരു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എനർജിയാണ്. അതായത് കഴിഞ്ഞ കാലത്തിൽ നിന്ന് വിട്ടു വരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സംഗതി നമുക്കിവിടെ എടുത്ത് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ലവേഴ്സ് എനർജി, പ്രൊജക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുമുണ്ട്. മേ ബി നിങ്ങൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം ഇവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം. അതവിടെ ആയിരിക്കാം എന്ന് പറയുന്നത് അവരുടെ സാഹചര്യമാണ് നമ്മൾ എടുക്കുന്നത്, നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറയുന്നത്. ഇനി നമ്മളോടുള്ള എനർജി എടുക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിലവിൽ ഈ ഒരു പേഴ്സണെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. എപ്പോഴും പഴയ ഓർമ്മകളായിരിക്കാം, നഷ്ടബോധമായിരിക്കാം, വിഷമം, സങ്കടം, സ്വന്തം വികാരങ്ങൾ പോലും പുറത്ത് കാണിക്കാൻ പറ്റാതെ അടിച്ചമർത്തി വെക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ സാഹചര്യമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാം അവരുടെ ഒരു ഇന്നർ വോയിസ്, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രാധാന്യമായിരിക്കാം, അല്ലെങ്കിൽ അതിലേക്ക് വീണ്ടും പൂർവാധികം ശക്തമായിട്ട് മടങ്ങി വരാനായിരിക്കും അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ നമുക്ക് കാണാം. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയെന്നുള്ളൊരു വ്യക്തത ഇല്ലായ്മ ഈ ഒരു പേഴ്സണുണ്ട്. തീർച്ചയായിട്ടും അവരെ ഇതിൻ്റെ ഒരു സുതാര്യത ഇല്ലായ്മ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളൊരു സംഗതി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
അതായത് ചിലപ്പോഴെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ വേറൊരു ആൾക്കോ സമൂഹത്തിനോ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഒരു നിർബന്ധിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോകരുതെന്ന് അവരെ വട്ടം വെക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ വ്യക്തികളോ ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാവാം. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം ആ പേഴ്സൺ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അടിച്ചമർത്തി അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത പോലെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. എങ്കിലും അവരുടെ ആ ഒരു ഇന്നർ വോയിസ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ മറ്റെന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ശൂന്യമാവുന്ന ആ ഒരവസ്ഥ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പ്രഷർ നല്ലതുപോലെ ഇവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ആ പേഴ്സൺ അവരുടെ ആഹ്, മുന്നോട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലൈഫ് എങ്ങനെയാണോ അതിൽ ഇൻവോൾവ് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് സമാധാനത്തോടെ ആ ഒരു രീതിയിൽ പോകാനായിട്ട് കഴിയുന്നില്ല. ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റിലുള്ള മെമ്മറീസ് ആയിരിക്കാം, ഈ ഒരു റിലേഷൻഷിപ്പിലെ പല കാര്യങ്ങളായിരിക്കാം. അത് അവർക്കൊരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നില്ല. അതായത് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു മാനസിക സമാധാനം ഉണ്ടോ അല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. പുറമെ ആ ഒരു വ്യക്തി എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ നമ്മളൊരു ആന്തരികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം അവർക്കൊരു മനസ്സമാധാനം വേണം അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില റിസ്കുകൾ ലൈഫിൽ എടുക്കേണ്ടി വന്നേക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രീതിയിൽ തന്നെ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കണമെന്നില്ല. ഇങ്ങനെ തന്നെ വിഷമിച്ചും സങ്കടപ്പെട്ടും ഒക്കെ തന്നെ ആ ഒരു പേഴ്സൺ ഉന്തിത്തള്ളി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ അവരായിട്ട് ഒരു റിസ്ക് എടുത്ത് മുന്നിലേക്ക് വന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സമാധാനത്തോടെ പോകാൻ കഴിയൂ എന്നുള്ളൊരു എനർജിയും നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം എന്നുള്ളതാണ്. അതായത് അവിടെ പ്രത്യേകിച്ച് ഒരുപാട് ചിന്തകൾ വരിക പലർക്കും പറ്റുന്നൊരു കാര്യമാണ്. നമ്മളുടെ ലൈഫിൽ പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം, ചില കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷെ അതിലേക്ക് എങ്ങനെ ഇറങ്ങിത്തിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ 100 കൂട്ടം ചിന്തകൾ ആദ്യം അവനവനെ തന്നെ പൊതിയും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു മെന്റൽ ബ്ലോക്കേജ് ഉണ്ടാക്കും. ഓ, ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഇതെൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കും അല്ലെങ്കിൽ ഇതിന് തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ ഓർത്ത് പല കാര്യത്തിൽ ഭയപ്പെടും. അപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോലും കഴിയാതെ സ്വയം ഭയപ്പെട്ടിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്കതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതിന് പകരമായിട്ട് ഭയപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. എന്തെങ്കിലുമൊക്കെ വന്നാലോ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട്. അപ്പോൾ ഇവിടെ ഇവർക്ക് തന്നെ തീർച്ചയായിട്ടും അറിയാം. അവർ അങ്ങനെ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ആ ഒരു പേഴ്സൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സമാധാനത്തിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം. അതായത് ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ അവസാനിച്ചു പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി എന്നുള്ള രീതിയിലിരിക്കുന്നു. എന്നാൽ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. അപ്പോൾ ആകെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു ഇരുട്ടിൽ തള്ളിയ പോലെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ഒരു വ്യക്തിയുടെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ കടന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ എടുക്കുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ കാണാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ സാഹചര്യം എടുക്കുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തിനേക്കാൾ ഏറെ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ആ ഒരു കഴിഞ്ഞ റിലേഷൻഷിപ്പാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഇപ്പോഴും അകൽച്ചയാണെന്നുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പിന് അവർ കൊടുക്കുന്ന പ്രാധാന്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലാത്തൊരു പേഴ്സണ് അവരുടെ കാര്യങ്ങളായിരിക്കും വലുത്. അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിലവിലുള്ള ലൈഫിലുണ്ടാകുന്ന ഈ പറഞ്ഞ പോലെ തടസ്സങ്ങൾ, ഉയർച്ച താഴ്ചകളൊക്കെ ആയിരിക്കും അവിടെ ആ ഒരു സിറ്റുവേഷൻ എനർജി നോക്കുമ്പോൾ നമുക്ക് ഹൈ ആയിട്ട് കാണാൻ കഴിയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ച് സ്പ്രെഡിലൊക്കെ നമുക്ക് സാധാരണയായിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അവരെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധം, വിഷമം, സങ്കടം, സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരെ ഒരുപാട്
ബുദ്ധിമുട്ടിക്കുന്നത്. അവരുടെ ഒരു മനസാക്ഷി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പോകാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. മറ്റു പലരെയും ബോധിപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റു പലർക്കും വേണ്ടിയിട്ട് മുന്നോട്ട് പോകേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തിയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് അവരിലേക്ക് തന്നെ ഉൾവലിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സെൽഫ് റിഫ്ലക്റ്റിംഗ് മോഡ് കൂടിയാണ്. നമ്മളെല്ലാത്തിൽ നിന്നും ഒതുങ്ങി നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. എന്നാൽ മറ്റുള്ള പലതും ചുറ്റിനും നടക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ഇടപെടാതെ ഇരിക്കുന്ന ആ ഒരു എനർജി ആയിട്ട് നമുക്കിവിടെ കാണാം. എന്നാൽ അവർ വളരെ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പുറമേക്ക് ചിലപ്പോൾ വളരെ ശാന്തമായിട്ട് അല്ലെങ്കിൽ ശാന്തനായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ പോകുന്ന പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയിലേക്ക് പോകാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ തന്നെ കാണാം, അവരുടെ സിറ്റുവേഷൻ എനർജിയിൽ പോലും അവർ നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത്. Nine of Cups, Judgment, 10 of Cups, Hierophant, 3 of Wands, Page of Swords, Empress, Page of Wands, 9 of Pentacles, 5 of Cups, the Devil, Knight of Cups, 2 of Swords, Wheel, Knight of Swords. ഇവിടെ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ് അവരിലുണ്ടായിട്ടുള്ള ആ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ആ ഒരു സങ്കടം. എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ അവരുടെ മനസ്സിനകത്ത് വരുന്നു, മിസ്സിങ് ഫീലിംഗ് വരുന്നതായിട്ട് നമുക്ക് കാണാം. നേരത്തെ സ്പ്രെഡിൽ നമ്മൾ പറഞ്ഞതാണ് ആ ഒരു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എനർജി, സെയിം ആ ഒരു കാര്യം നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം ആലോചിച്ച് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിഷമിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാം. മാത്രമല്ല ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ അവർക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ അവരുടെ ഒറ്റയ്ക്കാണ്, നിങ്ങളില്ലാതെ ഇരുന്ന് കഴിഞ്ഞാലും ആ ഒരു പേഴ്സണ് സന്തോഷിക്കാനായിട്ട് കഴിയും എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണാം, നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഒരു കംപ്ലീഷനിലെത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടി ചേരുമ്പോഴാണ് ആ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ടും സന്തോഷിക്കാൻ കഴിയുക എന്നുള്ള ഒരു തിരിച്ചറിവും കാര്യങ്ങളുമാണ് അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ അവരിപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു റീബർത്ത് എത്രയൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മുന്നിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ വീണ്ടും അത് ഉയർത്തെണീറ്റ് വരാനുള്ള ആ ഒരു ആഗ്രഹം, താല്പര്യമൊക്കെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം താല്പര്യത്തിനല്ലെങ്കിൽ പോലും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ വേറെ പലരുടെയും ശരിക്ക് വേണ്ടി മുന്നോട്ട് പോവേണ്ടി വരുന്ന എനർജി നമ്മൾ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞതുപോലെ മുതിർന്നവരുടെ ഇടപെടലോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ ഇൻ്റർഫിയറൻസോ സൊസൈറ്റിയുടെ ഇൻ്റർഫിയറൻസോ ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തടസ്സമായിട്ട് നിൽക്കാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്ന് മുന്നിലേക്ക് വരണം, സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് അവിടെ കാണാം. അല്ലെങ്കിൽ അവനവനായിട്ട് സന്തോഷിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്,
നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാം. അതായത് ആ ഒരു പേഴ്സൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ മറ്റുള്ളവരുടെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ അകന്ന് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിനകത്ത് ഈ അകൽച്ച ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഒരാളെ നമ്മൾ സ്പൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റീസ് അറിയാനുള്ള ഒരു ശ്രമം, അവരെ ഞാൻ ഇല്ലാതെ ഹാപ്പിയാണോ എന്ന് അറിയാനായിട്ട് ശ്രമം, എന്തെല്ലാം മാറ്റങ്ങൾ ലൈഫിനകത്ത് കയറി വന്നു എന്നറിയാനുള്ള ഒരു ശ്രമം, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തി അറിയാതെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ആ ഒരു എനർജിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഗ്രോത്ത് വേണം, ഫ്യൂച്ചറിൽ ഇത് മുന്നോട്ട് വേണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും മുന്നിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. വളരെ ഒരു സ്ട്രോങ് ബിഗിനിങ്ങിനായിട്ട് അവർ ഒരുപാട് കൊതിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. അവർ എത്രയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിന്ന് ഹാപ്പിനെസ്സിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർക്ക് അതിന് കഴിയുന്നില്ല. അതിനൊക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് ശ്രമിച്ച് നോക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് അകന്ന് നിന്ന വ്യക്തികളൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇനിഷ്യലേക്ക് അവർക്കത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടാവാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ ഈ ഒരു വിഷമം മറികടക്കാനായിരിക്കും അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ മനസ്സറിഞ്ഞ് സന്തോഷിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു ഫാക്ടറാണ്. എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് ഒരു മനസ്സന്തോഷം കിട്ടുന്നില്ല. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, ഒരു മനസ്സമാധാനമില്ലാത്ത വ്യക്തിയുടെ എനർജിയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആ പേഴ്സൺ തന്നെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച അവർക്ക് എന്തുകൊണ്ട് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ സങ്കടം, വിഷമം ഇതൊന്നും ഓവർകം ചെയ്യാനായിട്ട് സാധിക്കാത്തത്? അത് ചിലപ്പോൾ നിങ്ങളിൽ പലരും ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കാം. അതായത് ഒരു സെപ്പറേഷൻ ഫേസിലോ, അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തി നമുക്ക് വലിയൊരു പ്രയോറിറ്റി തരുന്നില്ല, കൂടെ ഉണ്ടായിട്ടും വലിയ പ്രയോറിറ്റി തരാതെയൊക്കെ ആകുമ്പോൾ പലരും അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി റിലേഷൻഷിപ്പ് വേണ്ട, ഇതെൻ്റെ സന്തോഷത്തിന് ഇല്ലാണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ പോലും വിചാരിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ഇത് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്തുകൊണ്ടാണ് അതിന് അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ളത്. എന്ന് പറഞ്ഞതുപോലെ അവർക്ക് തന്നെ തോന്നുകയാണ് എന്തുകൊണ്ടാണ് അവർ ഇതിനകത്ത് ഇത്രയും സ്റ്റിക്ക് ഓൺ ആയി നിൽക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ആ ഒരു സ്പ്രെഡിലും അവരുടെ ഒരു ഇന്നർ വോയിസ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഉൾപ്രേരണ ഒരുപാട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അവരുടെ സ്നേഹം തുറന്ന് കാട്ടാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ അത് നിങ്ങളോട് പ്രകടിപ്പിക്കാനൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അതേസമയം തന്നെ അവരിവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. നമ്മൾ നേരത്തെ സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ആ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവരെ ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ആ ഒരു പ്രേരണയ്ക്ക് മുന്നിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ, കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് വരാനൊക്കെ ശ്രമിക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യം അവരെ പിന്നിലേക്ക് വലിക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും റീതിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥ അവരിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇവരുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയാലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് നോക്കിയാലും വ്യക്തമാണ്. അതായത് ആ പേഴ്സൺ ഒരിക്കലും അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സറിഞ്ഞ് വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് നിർബന്ധമായിട്ട് മാറി നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിലൊക്കെ ആയിരിക്കണം അവർ മാറിപ്പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പേഴ്സണും അകന്ന് നിൽക്കുമ്പോഴും ഇത്രയേറെ ഒരു എന്താ പറയുന്ന മാനസികമായിട്ട് സങ്കടവും വെപ്രാളം ടെൻഷനൊക്കെ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാമായിരിക്കും അവരുടെ ഒരു സാഹചര്യം അതായതുകൊണ്ടാണ് ആ പേഴ്സൺ മാറി നിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ചിലവരുടെ വ്യക്തികളെന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോയി, അല്ലെങ്കിൽ ഒരു വ്യക്തി വേറൊരു പേഴ്സൻ്റെ പുറകെ പോയി അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് റിഗ്രറ്റ് ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മളോട് ഉണ്ടായിരുന്നത് ഒരു ആത്മാർത്ഥ സ്നേഹമല്ല എന്ന് പറയാം. കാരണം അതുകൊണ്ടാണ് അവർക്ക് വേറെ വ്യക്തിയോടും വലിയൊരു കുറ്റബോധമൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്ത് നടക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അങ്ങനെ അവർക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അവർക്കൊരു കുറ്റബോധമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ട്, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതുപോലെ ഒരു തോന്നലുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്ത പോലെയുള്ളൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്, നമ്മൾ നേരത്തെ സ്പ്രെഡിൽ കണ്ടതുപോലെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത് അങ്ങനെയുള്ള, അല്ലെങ്കിൽ തീർത്തും ഒരു ഫ്രോഡ് ആയിട്ടുള്ള വ്യക്തി എന്നൊന്നും ഈ ഒരു പേഴ്സൺ പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള എനർജി കിട്ടില്ല.
ഇവിടെ നമ്മൾ കാണുന്ന പോലെ അനുകൂല സമയം തീർച്ചയായിട്ടും ഇതിനകത്ത് വരും, അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നൊരവസ്ഥ കാണാം. എങ്കിലും അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടുള്ള ക്ഷമയും കിട്ടുന്നില്ല. ഓടി നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മാറ്റം വരും എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനായിട്ട് ആ ഒരു വ്യക്തിയെ കൊണ്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് അതിന് അനുവദിക്കുന്നില്ല എന്ന് പറയാം. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും. എന്നാൽ ചില കാര്യങ്ങൾ എത്രയൊക്കെ നമ്മൾ നമ്മളുടെ ഒരു മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് കഴിയാത്തൊരവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 5, നമ്പർ 10, നമ്പർ 15 ആൻഡ് നമ്പർ 20. ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ടോറസ്, കാപ്രിക്കോൺ, സ്കോർപ്പിയോ ആൻഡ് സജിറ്റേറിയസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതും നമുക്ക് തീർച്ചയായിട്ടും കാണാം. അതുകൊണ്ട് തന്നെ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവരുമായിട്ടൊരു സോൾ കണക്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ബോണ്ടിങ് ഒക്കെ പലപ്പോഴും ഫീൽ ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ അവരെക്കുറിച്ചുള്ള ഒരു തോട്ട്സ് പലപ്പോഴും കയറി വരിക, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരിക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ നിങ്ങളും പോകുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ട് നിൽക്കുന്നത് എന്താണോ അത് മാറി ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.